മലപ്പുറം ജില്ലയിലെ പ്രകൃതി മനോഹരമായ പാലൂർക്കോട്ട വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇരുനിലകളുള്ള ഈ വെള്ളച്ചാട്ടം പച്ചപ്പ് നിറഞ്ഞ ഭൂപ്രകൃതിക്ക് നടുവിലാണ് സ്ഥിതി ചെയ്യുന്നത്. ടിപ്പു സുൽത്താൻ ഇവിടെ അഭയം പ്രാപിച്ചതായി ചരിത്രം പറയുന്നു. മലപ്പുറം കടുങ്ങപുരത്ത് നിന്നും ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്, ആ യാത്രയിലേക്കാണ് ഇനി. ചരിത്ര പ്രസിദ്ധമായതും കാണാൻ ഏറെ മനോഹരവുമായിട്ടുള്ള ഒരിടത്തേക്കാണ് മലപ്പുറത്തെ റൈഡിംഗ് റിപ്പോർട്ടർ ഇന്ന് പോകുന്നത്, പാലൂർക്കോട്ട വെള്ളച്ചാട്ടം. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഏകദേശം ഈ പാലൂർക്കോട്ടയ്ക്ക് സമീപത്തെത്തി. ഇനി ഇവിടെ നിന്ന് കുറച്ച് ഓഫ് റോഡാണ്. അപ്പം ഈ ഓഫ് റോഡ് കയറിയിട്ട് വേണം ഈ 2 തട്ടായിട്ടുള്ള ഈ പാലൂർ വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പം ഇതാണ് പാലൂർക്കോട്ട വെള്ളച്ചാട്ടം. സത്യം പറഞ്ഞാൽ അടിപൊളി വൈബാണ്. ഇപ്പം ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പം ഈ ഒരു സമയത്തൊക്കെ, അല്ലെങ്കിൽ ചെറിയ മഴയൊക്കെയുള്ള സമയത്തൂടെ വരുവാണെങ്കിൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും. അപ്പം നമ്മൾ ഈ നിൽക്കുന്നത് ഇതിൻ്റെ കറക്റ്റ് ഒരു വ്യൂ പോയിൻ്റ് ആണ്. പക്ഷേ ഇതിൻ്റെ കുറച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മൾ കുളിക്കുന്നതും ആൾക്കാർ ഉല്ലസിക്കുന്നതൊക്കെ സ്ഥലമുള്ളത്. അപ്പോൾ നമുക്ക് ആ ഭാഗത്തേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിന് അരികിലെത്തിയിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് 2 തട്ടുകളായിട്ടാണുള്ളത്. അപ്പോൾ അതിൻ്റെ താഴെ തട്ടിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ജില്ലയിൽ പൊതുവെ മഴ കുറവായതുകൊണ്ട് വെള്ളം വലിയ രീതിയിൽ ഇല്ലെങ്കിൽ പോലും അത്യാവശ്യമൊക്കെ ഉണ്ട്. അപ്പം ആളുകൾ കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിനി ആ കാഴ്ചയിലേക്ക് പോകാം. കൊള്ളാം, നല്ല വൈബാണ്. സ്ഥലം ഞങ്ങൾ ഫേസ്ബുക്കിലൊക്കെ നോക്കിയപ്പോൾ കണ്ട സ്ഥലമാണ്. കണ്ടപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. നല്ല തണുത്ത വെള്ളം, വലിയ തിരക്കൊന്നുമില്ല, അടിപൊളി സ്ഥലം. എറണാകുളത്ത് നിന്ന് ഇതിനായിട്ട് വരികയാണോ? നാളത്തെ ഞങ്ങളുടെ ബന്ധു അമ്മയുടെ കൂടെയാണ്. അപ്പോൾ അമ്മ വീട്ടിൽ വന്ന് വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വന്നതാണ്. അപ്പം സ്ഥലം കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വന്നു. അപ്പം നമ്മൾ പാലൂർക്കോട്ട വെള്ളച്ചാട്ടത്തിൻ്റെ 1ാമത്തെ നില ഏകദേശം നമ്മൾ കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ 2ാമത്തെ നിലയിലേക്കാണ് കയറി പോകുന്നത്. അത് അത്യാവശ്യം കുറച്ച് സാഹസികതയൊക്കെ നിറഞ്ഞ കാര്യമാണ്. പ്രത്യേകിച്ച് മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ വലിയ രീതിയിൽ വഴുക്കൊക്കെ ഉണ്ടാകും. അപ്പം അപകട സാധ്യത വളരെ കൂടുതലുള്ള സ്ഥലമാണ്. അപ്പം ആ രീതിയിൽ ശ്രദ്ധിച്ചു വേണം ഇത്തരം മേഖലകളിലേക്ക് കയറി വരാൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ 2ാമത്തെ നിലയിലേക്ക് കയറുകയാണ്. കുറേ അധികം പാറക്കെട്ടുകളൊക്കെ ഉണ്ട്. അപ്പം അതിലൂടെ വേണം നമ്മൾ കയറാൻ. പ്രകൃതി രമണീയമായ സ്ഥലം എന്നതിനപ്പുറത്ത് ഈ വെള്ളച്ചാട്ടത്തിനും പരിസരത്തിനും ഒരുപാട് ചരിത്ര പ്രാധാന്യം കൂടിയുണ്ട്. മലബാറിൽ ടിപ്പു സുൽത്താന്റെ പടയോട്ടം നടന്നിരുന്ന കാലത്ത് ഇടത്താവളം എന്നും ഈ ഇടത്തെ അറിയപ്പെടാറുണ്ട്. ജൂൺ ജൂലൈ മാസത്തിലെ ശക്തമായ മഴയിലാണ് ഈ പ്രദേശത്തിന്റെ യഥാർത്ഥ ഭംഗി കാണാനാവുക. ടിപ്പു സുൽത്താന്റെ പടയോട്ടം മലബാറിൽ ആഞ്ഞടിച്ചപ്പോൾ ഇടത്താവളമായി ഈ പ്രദേശം ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ കിലോമീറ്ററോളം ദൂരെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളെ കാണാൻ കഴിയും. ശത്രുക്കൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ കഴിയില്ലായിരുന്നു എന്നതും ടിപ്പു ഈ സ്ഥലം ഒളിസങ്കേതമായി തിരഞ്ഞെടുക്കാൻ കാരണമായി എന്നാണ് ചരിത്രം പറയുന്നത്.
പാലൂർ കോട്ട വെള്ളച്ചാട്ടത്തിൻ്റെ രണ്ടാമത്തെ ഫേസിലാണ് നമ്മൾ നിൽക്കുന്നത്, അതായത് മുകളിലത്തെ നില. സത്യം പറഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത ആസ്വദിക്കണമെങ്കിൽ ഈ മുകളിലത്തെ നിലയിൽ വരണം. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ യുവാക്കളൊക്കെ വരുന്നത്. ഇവിടേക്ക് വരുന്ന വഴി കുറച്ച് റിസ്ക്കിയാണ്, പക്ഷേ അതിനൊക്കെ അതിജീവിച്ച് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ദൃശ്യം ആസ്വദിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അടിപൊളി വൈബായിട്ടുണ്ട്. റൈഡും കണ്ട് നല്ല രസമായിരുന്നു. പിന്നെ ഇവിടെ അതെ നേച്ചറും ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. We enjoy this place. Lot of vibes is there and nature full അടിപൊളി. കൊള്ളാം നല്ല രസമുണ്ട്. ഈ റെയിനി സീസൺ കൂടെ ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട്. പാലൂർ കോട്ട വെള്ളച്ചാട്ടത്തിന് ഇനി സൗന്ദര്യമേറും. കാരണം ചെറിയ രീതിയിൽ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. സന്ദർശകരാണെങ്കിൽ കൂടുതലായി ഇവിടേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും താൽക്കാലികമായി ഇന്ന് അവസാനിപ്പിക്കുകയാണ്. വീണ്ടും കണ്ടുമുട്ടാം. ക്യാമറമാൻ മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 മലപ്പുറം.